ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. വണക്കം മക്കളെ. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. മക്കൾക്ക് അറിയാം നാളെയാണ് നമ്മൾ ഓണം എക്സാം വരാൻ വേണ്ടി പോകുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 8 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുകയാണ് മക്കൾ. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ ലൈക്ക് അടിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്നോവേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്റർ, അഥവാ അധിനിവേശവും അതേപോലെ ചെറുത്തുനിൽപ്പ് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഒരു അധിനിവേശം മുതൽ 4 രാജ്യക്കാരാണ്. ഏതൊക്കെയാണ് രാജ്യക്കാരെന്ന് ക്രൊണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ ഏതൊക്കെയാണ് ഓരോ വർഷം വന്നത് എന്റെ മക്കൾക്ക് അറിയോ? എന്റെ മക്കൾക്ക് അറിയാണെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. യെസ്, ഒരുപാട് മക്കൾ കമന്റ് ഇപ്പൊ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേഗം കമന്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ്, നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇതായിരിക്കും എന്റെ മക്കൾ കിട്ടിയിട്ടുണ്ടാവുക. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഷോർട്ട് പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? പോ ഡ ബി ഫേ എന്ന് ആലോചിച്ചാൽ മതി. പോ ഡ ബി ഫേ എന്ന് ആലോചിക്കുക. ഇതാണ് വന്ന ഓർഡർ. ആദ്യം വന്നത് ആരാണ്? പോർച്ചുഗീസ്, പിന്നെ ഡച്ച്, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഇതിൽ ആരിവിടെ അധിനിവേശം നടത്തിയെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ബ്രിട്ടീഷുകാരാണ് ചെയ്യുക. എന്റെ മക്കൾ അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ ഒരു മാർക്കിനോ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ആദ്യം വന്ന ആൾക്കാർ നന്നായിട്ട് പഠിച്ചു വെക്കണം. പോർച്ചുഗീസുകാർ എങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഈ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഇൻഫ്ലുവൻസുകൾ ഇവിടെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ നോക്കാം. അത് 4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഏതൊക്കെ നോക്കി മക്കളെ. ഒന്ന്, അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫ്രൂട്ടുകളുണ്ട്. അതാണെന്ന് കാഷ്യൂ ട്രീ, പപ്പായ, ഗുവ ആൻഡ് പൈനാപ്പിൾ. ഇതൊക്കെ അവിടെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളാണ്. മാത്രമല്ല ആദ്യമായിട്ട് ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, ആദ്യത്തെ യൂറോപ്പിലെ കോട്ടകൾ എന്നതും ആര് കൊണ്ടുവന്നാണ്? പോർച്ചുഗീസുകാരാണ്. മനസ്സിലാക്കിയേക്കുക. ആ ഫോർട്ടിന്റെ പേരെന്താണ്? ഫോർട്ട് മാനുവൽ ആണെന്ന് നീ എന്നെ മക്കൾ മനസ്സിലാക്കിയേക്കുക. മാത്രമല്ല ഇവരുടെ റീജിയൻ എവിടെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആയിരുന്നു. ഇവരെ കെയിം അണ്ടർ ദ റൂൾ ഓഫ് പോർച്ചുഗീസ് ഉണ്ടായത്. മാത്രമല്ല അടുത്തത് മക്കൾ മനസ്സിലാക്കി ചൊല്ലി, പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. ആദ്യമായിട്ട് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചതും ആര് തന്നെയാണ്? നമ്മളുടെ പോർച്ചുഗീസാണെന്ന് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല കേട്ടോ, അതിന് കൂടെ തന്നെ ആർട്ട് ഫോംസിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഏതൊക്കെ മക്കളെ? ചവിട്ട് നാടകം ആൻഡ് മാർഗം കളി. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല യൂറോപ്യൻ സ്റ്റൈൽസിൽ കൺസ്ട്രക്ഷൻ വർ സ്റ്റാർട്ടഡ്. യൂറോപ്യൻ ശൈലിയിലെ വീടുകളും കാര്യങ്ങളും നിർമ്മിച്ചു. അടുത്ത പോയിന്റ് നോക്കിട്ടോ, അവർ കൊണ്ടുവന്ന അടുത്തതാണ് ട്രെയിനിങ് വാസ് ഗിവൺ ദ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. യൂറോപ്പില് എന്ത് ചെയ്തു? ഉപകരണങ്ങൾ, പടക്കോപ്പുകളും അതിന്റെ യുദ്ധമുറകളും എന്ത് ചെയ്തു? ഇവരോട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വാർ സ്റ്റാർട്ടഡ്. ക്രൈസ്തവ മത സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മതപഠന കേന്ദ്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസിനോട് 4 പ്രത്യേകതകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചേക്കാം. മാത്രമല്ല ഓരോ രാജ്യക്കാർക്കും ഇവിടെ എന്തുണ്ട്? റീജിയൻ സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സ് ഏതൊക്കെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ പോർച്ചുഗീസിനെ പഠിച്ച് കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നുള്ളത്. അടുത്ത അതേപോലെ ഡച്ചുകാരുടെ ഏതാണ്, ഫ്രഞ്ചുകാരുടെ ഏതാ ചോദിക്കും. മക്കളെ പഠിച്ചു വെക്കുക. ഇതും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. കണ്ടല്ലോ, കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആണെങ്കിൽ ഡച്ചിൻ്റെ ഏതൊക്കെയാണ്? നാഗപ്പട്ടണം ഉണ്ട്, ചിനിസുര ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ബ്രോച്ച് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അടുത്ത ഫ്രഞ്ചുകാരതാണ് പോണ്ടിച്ചേരി, കരക്കൽ, മാഹി, യാനം എന്ന് മനസ്സിലാക്കിയേക്കാം. അതിന് ഇവിടെ വന്നു. ഇവിടെ സ്ഥലങ്ങൾ പിടിച്ചു വെക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇതെല്ലാം ഏറ്റെടുക്കുകയും പിന്നെ ബ്രിട്ടീഷുകാരെ കൈക്കലാക്കിയപ്പോൾ അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നികുതി നയങ്ങൾ. മക്കളെ ഞാൻ ഒരു ഉറപ്പ് പറയട്ടെ, നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് നികുതി നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവാം എന്നല്ല, ഉണ്ടായിരിക്കും. പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണെന്ന് മക്കൾ പറയാൻ പറ്റും? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും മക്കൾ? ഒന്ന് പോസ്റ്റ് ചെയ്ത് വേഗം കമന്റ് ചെയ്യുന്ന മക്കള് എത്ര ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും എന്റെ മക്കൾ കമന്റ് ചെയ്ത 3 മൂന്നെണ്ണത്തിന് പേര് പഠിച്ചു വെക്കണം. ഒന്നാമത്താണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, മറ്റൊന്നാണ് റൈറ്റ് വാരി ആൻഡ് മഹൽവാരി. പഠിച്ചു വെക്കാം. ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, മറ്റേതിന് റൈറ്റ് വാരി, മഹൽവാരി ഒരിക്കും. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എവിടെ ചോദിച്ചാൽ എന്റെ മക്കൾ ഇവിടെ ഷോർട്ട് ആക്കാൻ പറ്റും. BBO. ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. റേറ്റ് വാരിന് പകരം നമുക്ക് മഹൽവാരി എടുക്കാം. മഹൽ ആലോചിക്കാം. താജ്മഹൽ എടുക്കാം. താജ്മഹൽ നമ്മളെ സൗത്ത് ഇന്ത്യയിലാണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണോ? ഡൽഹിന്റെ ഭാഗത്തായുള്ള സ്ഥലം നോർത്ത് ഇന്ത്യയിലാണ്. എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുക, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ് എന്നൊക്കെ അറിയാം. ആ ഏരിയകളിലാണ് എന്ത് ചെയ്ത് ഈ നിയമം കൊണ്ടുവന്നത്, പഞ്ചാബ് ഏരിയയിൽ. അപ്പൊ റേറ്റ് വാരി എടുക്കും. നമ്മളെ സ്വന്തം സൗത്ത് ഇന്ത്യ ഡക്കാൻ എടുക്കാം. ഈ എക്സാമ്പിൾ എന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. എക്സാമ്പിൾ മാത്രം മതിയോ? അല്ല, ബാക്കിയുള്ളത് തന്നെ മക്കൾ ചോദിക്കാം. നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കാം. ഒന്നാമത്തെ പഠിക്കാം നമുക്ക് പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം 1793 വന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ബംഗാൾ, ബീഹാർ, ഒറീസ കൊണ്ടുവന്നത് ആരാ? ലോർഡ് കോൺവാലിസ്. ഇത് നോക്കിക്കോളെ, ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ നിയമത്തിൽ, ഈ സിസ്റ്റത്തിൽ ആർക്കാണ് ഭൂവുടമ? ആരെ അറിയും മക്കളെ? ജമീന്ദാർ ഊർ ലാൻഡ് ലോഡ്സ് കളക്ടഡ്. ജമീന്ദാർമാരായിരുന്നു അന്ന് ഭൂവുടമകൾ. അവരായിരുന്നു എന്ത് ചെയ്തത്? അന്ന് ടാക്സുകളൊക്കെ എന്ത് ചെയ്ത് കളക്ട് ചെയ്ത് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. മാത്രമല്ല
മാത്രമല്ല ഫാമേഴ്സ് റിക്വയർഡ് ടു പേ ഫിക്സ്ഡ് എമൗണ്ട് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് ഇൻ ഈൽഡ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും റിഗാർഡ്ലെസ് അവർക്ക് ഒരു മായവും ഇല്ലായിരുന്നു, പൈസ മുഴുവനായിട്ട് എന്തിരുന്നു ആ കാലത്ത് കൊടുക്കേണ്ടിയിരുന്നു എന്ന് മനസ്സിലാക്കിയേക്കാം. ഇതാണ് എന്ത് പെർമനന്റ് സിസ്റ്റം. മക്കളെ ഇതിന് ഷോർട്ട് വേണം, ഇത് പഠിക്കാൻ ഒരു ഷോർട്ട് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടാണ്, ജസ്റ്റ് 2 പോയിന്റുകൾ, പക്ഷേ അത് ചിത്രത്തോട് വെച്ച് ഞാൻ പഠിപ്പിച്ചു തരും. ഇന്ന് ഏക്കാലിന് ലൈവ് ഉണ്ട്, അങ്ങോട്ട് പോന്നാൽ മതി. അങ്ങനെ നമ്മൾ അടുത്ത് നോക്കാം. റേറ്റ് വാരി സിസ്റ്റം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ സിസ്റ്റമാണ്. കൊണ്ടുവന്ന ആളാണ് തോമസ് മുർണോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഇവർ കൊണ്ടുവന്ന് നോക്കി. മറ്റൊരു ആരാണ്? ജമീന്ദാർമാരാണ് ലാൻഡ് ലോഡ്സ് എങ്കിൽ ഇവിടെ ആരാണ്? പേഴ്സൺസ് വെർ കൺസിഡർ ദ ലാൻഡ് ലോഡ്സ്. അത് കർഷകർ തന്നെയായിരുന്നു എന്തിനാണ് ഭൂവുടമകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നോക്കിക്കോളി, ബ്രിട്ടീഷ് ഡയറക്ട്ലി കളക്റ്റഡ് ദ ഫാമേഴ്സ്. ബ്രിട്ടീഷർ ഡയറക്റ്റ് കളക്ട് ചെയ്യുക, മറ്റൊരു ജമീന്ദാർ വെച്ചിട്ടല്ലേ, ഇവിടെ ഡയറക്ട്ലി അതിന് കളക്ട് ചെയ്യലുണ്ടായിരുന്നത്. മാത്രമല്ല അടുത്ത പോയിന്റ് നോക്കി, ബ്രിട്ടീഷ് സീസ് ടു ലാൻഡ് ഫാമേഴ്സ് ഹൂ ഫെയിൽഡ് പേ ടാക്സ്. നികുതി അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തിരുന്നു ബ്രിട്ടീഷുകാർ? ആ ഫാമേഴ്സിന്റെ സ്ഥലം എന്ത് ചെയ്തിരുന്നു? പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഓരോ നിയമത്തിലും ഓരോ നയങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഇത് മഹൽവാരി. മഹൽവാരി പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൽ വന്നതാണ്. കൊണ്ടുവന്നത് ആരാണ്? ഹോൾഡ് മെക്കൻസി ആണ് എന്ത് ചെയ്യാൻ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്ത് ചെയ്തറിയോ? മറ്റൊരു പെസൻസിനാണ് ലാൻഡ് ലോഡ്സ്, അല്ലെങ്കിൽ ജമീന്ദാറിനാണ് ലാൻഡ് ലോഡ്സ് എങ്കിൽ ഇവിടെ ആരാണ്? വില്ലേജ് വാസ് ട്രീറ്റഡ് ആയി യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഒരു വില്ലേജിന് ഒരു യൂണിറ്റ് ആയിട്ടാണ് ടാക്സ് എന്ത് ചെയ്ത് കളക്ട് ചെയ്ത് യൂണിറ്റ് ആക്കി കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. മാത്രമല്ല നികുതിയിൽ അഥവാ വില്ലേജ് എന്ത് ചെയ്ത് വീഴ്ച വരുത്തിയാൽ ദ വില്ലേജ് വിച്ച് ഡിഫാൾട്ടഡ് ഇൻ ദ ടാക്സ് പേയ്മെന്റ് വാസ് അനക്സ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. ആ സ്ഥലം ആര് പിടിച്ചെടുക്കും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. മറ്റൊരു ടാക്സ് വരുന്നതിലെ പ്രശ്നമാണെങ്കിൽ ഇവിടെ എന്താണ്? ഒരു വില്ലേജിന് മൊത്തമായിട്ടൊരു പൈസ ബ്രിട്ടീഷുകാർ കൊടുക്കണം. പക്ഷെ ആ ബ്രിട്ടീഷുകാർ ആ വില്ലേജുകാരെ മൊത്തം പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ വില്ലേജ് ആരെ കീഴിലേക്ക് മാറും? ബ്രിട്ടീഷ് ഇന്ത്യൻ്റെ കീഴിലേക്ക് മാറും. ഇങ്ങനെ 3 നിയമങ്ങളായിരുന്നു അവിടെ ഇറക്കിയത്. ഈ നിയമങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് ചോദിക്കാതെ നിങ്ങൾ ഈ നയങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം വിശദീകരിക്കാതെ പ്രത്യേകം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചേക്കാം. എല്ലാം എന്താണ്? ഹൈ ടാക്സ് ആയിരുന്നു. ഇനി ഫ്ലഡോ ഡ്രോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നോ ടാക്സ് റിലീഫ്. ഒരു വിധത്തിൽ എന്തെയില്ല, വരൾച്ചയോ കൃഷിനാശം വന്നാലും എന്തെങ്കിലും സംബന്ധിച്ച നികുതി ഇളവ് ലഭിച്ചിട്ടില്ല. മാത്രമല്ല മണി ലാൻഡേഴ്സ് അവോയ്ഡിങ് ലൂസിങ് ദെയർ ഫാം ലാൻഡ്. അതേപോലെ ഫാമേഴ്സിനൊക്കെ ഇതോടെ എന്ത് ചെയ്തു? പല ഭൂമികൾ നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടത് കാണുന്നത് മണി ലാൻഡേഴ്സിനെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പണമിടപാടുകാരിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ആശ്രയിക്കേണ്ടി വന്നു. മാത്രമല്ല ഡിബേറ്റ് റിട്ടേൺ ദ ഫാമേഴ്സ് ലോഡ് ദെയർ ലാൻഡ്. കടക്കണിൽപ്പെട്ട കർഷകർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻവേഷനിൽ പഠിക്കാനുള്ളത്. ഞാൻ പറയുന്നുണ്ട് ഇൻവേഷൻ റെസിസ്റ്റൻസ് ചാപ്റ്റർ ഒരു ഹാഫ് ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ഇൻവേഷനിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഇനി ഇതിനെതിരെ റെസിസ്റ്റൻസ് നടത്തിയ പോരാട്ടങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം. എത്ര പോരാട്ടങ്ങളുടെ അറിയോ? ആ ഓരോ പോരാട്ടങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. പ്രധാനമായിട്ട് 5 പോരാട്ടങ്ങളുള്ളത് ഏതൊക്കെയുള്ളൊക്കെ? ഒന്ന് പെസൻസ് റിബൽ ഉണ്ട്, ട്രൈബൽ റിവോൾട്ട് ഉണ്ട്, മിലിറ്ററി റിവോൾട്ട് ഉണ്ട്, വുമൺ റിവോൾട്ട് ഉണ്ട്, ജനകീയ റിവോൾട്ട് ഉണ്ട് കേട്ടോ. അതാണ് കാർഷിക കലാപങ്ങൾ, ഗോത്ര കലാപങ്ങൾ, സൈനിക കലാപങ്ങൾ, സ്ത്രീകളുടെ കലാപങ്ങൾ, ജനകീയ കലാപം. മക്കളെ പഠിച്ചു വെച്ചു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാതെ പോവില്ല. ഈ ഓൺ എക്സാമിന് ഏതെങ്കിലും ഒരു കലാപം ഉണ്ടാവും. നോക്കിക്കോളി, കാർഷിക കലാപങ്ങളൊക്കെ എല്ലാത്തിലും 2 വെച്ച് വെക്കുക. കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ്? സന്യാസി പക്കീർ റിബലിന്, ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ നീലം കലാപം. ഗോത്ര കലാപങ്ങൾ 2 ഒന്ന് സാന്താൾ കലാപം, ഉൽഗുലൻ അല്ലെങ്കിൽ മുണ്ട കലാപം എന്ന് എന്ത് ചെയ്യാം നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. മിലിറ്ററി റിവോൾട്ട് ഇംഗ്ലീഷിൽ മലയാളത്തിൽ വിളിക്കുന്നതാണ് പോളിഗർ റിബലിയൻ, പോളിഗർ കലാപം എന്ന് മനസ്സിലാക്കുക. വുമൺ സ്ത്രീകളായിട്ടുള്ള കലാപത്താണ് കിട്ടൂർ ചെന്നമ്മ നേതൃത്വത്തിൽ നടന്ന കലാപത്താണ് കിട്ടൂർ റിബല്യൻ എന്ന് വിളിക്കുക. ജനകീയ കലാപം 1721 നടന്ന 1721 നടന്ന ആറ്റിങ്ങൽ റിവോൾട്ടാണ് എന്ത് ചെയ്യുന്ന മക്കളെ മനസ്സിലാക്കി വെക്കുക. മക്കളെ ഇന്നത്തെ ഏകാല ക്ലാസ്സിനെ ഇത് മൊത്തം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാറിയോ? ഓരോന്നിലും നേതാക്കന്മാരെ പേര് വെച്ച് ഓരോന്നിലും ഓരോ റീസൺ വെച്ചിട്ട് വളരെ സിമ്പിളാക്കി മാറ്റിയും ഏകാലിന്റെ ലൈവിൽ അങ്ങോട്ട് പോരും നമുക്ക് എന്ത് ചെയ്യണം? പൊളിച്ചടക്കിയിട്ട് എന്ത് ചെയ്യണം? മാറ്റണം. ഇനി നോക്കിക്കോളി, ഈ സമരങ്ങൾക്കൊക്കെ ശേഷം എന്ത് ചെയ്തറിയോ? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് 1857 എന്ത് ചെയ്തു? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടത്തി. ആ ഇൻഡിപെൻഡൻസ് ഉണ്ടായ പരിമിതികൾ എന്തെല്ലാം ചോദിക്കും? ഒന്നെങ്കിൽ പരിമിതി ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് ശേഷം ഉണ്ടായ സ്വാധീനങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഏതെങ്കിലും ഒന്നുണ്ടാവും. പരിമിതി നോക്കാം കേട്ടോ. ഈ സമരത്തിന് നടന്നതിന് ശേഷം ഉണ്ടായത് ഒന്നാമത്തെ പരിമിതി എന്തേനി? നമ്മൾ ഈ സമരം തോറ്റതാണ്, ജയിച്ചിട്ടില്ല. ഒന്നാമത്തെ നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ് ഇല്ലായിരുന്നു. മാത്രമല്ല നമ്മൾ നല്ല രീതിയിലുള്ള എന്തില്ല മിലിറ്ററിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്കിൽ എന്നൊന്നില്ലായിരുന്നു, ഉണ്ടായിട്ടില്ലായിരുന്നു. മാത്രമല്ല മിഡിൽ ക്ലാസ് സാധാരണക്കാരുണ്ടായിരുന്നല്ലോ, അവരൊന്നും ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റിബല്യന്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പരിമിതികൾ. പക്ഷേ ഈ സമരം നടന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ മാറ്റം വന്നതാണ്. എന്തൊക്കെയാണ് ആ സ്വാധീനം വന്ന് നോക്കിക്കോളി. ഒന്ന് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾസ് ഇൻ ഇന്ത്യ എൻഡഡ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ എന്ത് ചെയ്തു? ഭരണം അവസാനിച്ചു. മാത്രമല്ല അത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ക്യൂണ്. മാത്രമല്ല ഡയറക്റ്റ് കൺട്രോൾ ആരുടെ കയ്യിലേക്ക് മാറി? രാജ്ഞിയുടെ കയ്യിലേക്ക് മാറി. ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ വാസ് റീപ്ലേസ്ഡ് ബൈ വൈസ്രോയി. ഇതേ ഗവർണർ ജനറൽ അതിന് മാറിയിട്ട് എന്ത് ചെയ്തു? വൈസ്രോയിലേക്ക് മാറി. ഇറ്റ് ഇൻസ്പയർ ദ ഇന്ത്യാസ് ലേറ്റർ നാഷണൽ മൂവ്മെന്റ്. ഇതൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രചോദനമായിട്ട് തീർന്നിട്ടുണ്ട്.
മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ഒക്കെ ഞാൻ ഷോർട്ടാക്കി അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യവും ഇന്ന് ഏക്കാലും ലൈവിൽ ഞാൻ പറഞ്ഞാൽ മക്കളെ എല്ലാവരും അങ്ങോട്ട് പോകാൻ നമുക്ക് പൊളിച്ചെടുക്കാം. ഈ ചോദ്യങ്ങൾ എന്തായാലും എൻ്റെ മക്കളെ പഠിച്ചു പോകണം, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോ, അവരൊക്കെ പഠിക്കട്ടെ, എല്ലാവരും സെറ്റ് ആക്കട്ടെ. മക്കളെ ഇനി ഇതേപോലെ എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ ക്ലാസ് എന്ന് മക്കളെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അടിപൊളിയാക്കി മുന്നേറി പോകാം. സോ താങ്ക് യു സോ മച്ച്, ലവ് യു ആൾ. മക്കളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സെറ്റപ്പ് ആക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്, ലവ് യു ആൾ.